ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നല്ല നല്ല മലയാളം വേർഡ്സ് ഇംഗ്ലീഷോട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ വേർഡ്സാണ് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് നമ്മൾ സാധാരണ പറയാനുള്ള വാക്കാണ്. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ ഇത് നിങ്ങൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷോട്ട് മാറ്റുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? നമുക്ക് എന്ന വാക്ക് വി എന്നാണ് പറയുന്നത്. വരുന്നിടത്ത് വെച്ച് വി വിൽ ഡീൽ വിത്ത് വാട്ട് എവർ കംസ് അവർ വേ. വി വിൽ ഡീൽ വിത്ത് വാട്ട് എവർ കംസ് അവർ വേ. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. വി വിൽ ഡീൽ വിത്ത് വാട്ട് എവർ കംസ് അവർ വേ. അപ്പോൾ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് നമ്മൾ സാധാരണ പറയുന്ന വാക്ക് ഇംഗ്ലീഷിട്ട് മാറ്റുമ്പോൾ വി വിൽ ഡീൽ വിത്ത് വാട്ട് എവർ കംസ് അവർ വേ. വി വിൽ ഡീൽ വിത്ത് വാട്ട് എവർ കംസ് അവർ വേ എന്നാണ് പറയേണ്ടത്. വി വിൽ ഡീൽ വിത്ത് വാട്ട് എവർ കംസ് അവർ വേ. വി വിൽ ഡീൽ വിത്ത് വാട്ട് എവർ കംസ് അവർ വേ. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഇനി നമുക്ക് അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ഇനി എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്? ഈ സെൻറ്റൻസ് നമുക്ക് ഇംഗ്ലീഷിട്ട് മാറ്റി നോക്കാം. ഇനി എന്ന വാക്ക് നൗ. അപ്പോൾ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? സോ വേർ ഷുഡ് വി ഗോ നൗ. വേർ ഷുഡ് വി ഗോ നൗ. അപ്പോൾ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? നമ്മളെന്താ പറയുന്നത്? വേർ ഷുഡ് വി ഗോ നൗ. വേർ ഷുഡ് വി ഗോ നൗ. വേർ ഷുഡ് വി ഗോ നൗ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഇനി എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്? വേർ ഷുഡ് വി ഗോ നൗ. വേർ ഷുഡ് വി ഗോ നൗ. വി ഗോ നൗ. നമുക്ക് പോകേണ്ടത് വി ഗോ നൗ. വേർ ഷുഡ് വി ഗോ നൗ. ഇനി നമുക്ക് അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. നീ ഇത്ര നിസ്സാരമായി അതിനെ കാണരുത് എന്ന ഈ സെൻറ്റൻസ് നമുക്ക് ഇംഗ്ലീഷിട്ട് മാറ്റി നോക്കാം. നീ ഇത്ര നിസ്സാരമായി അതിനെ കാണരുത്. നമ്മൾ സാധാരണ പറയാറുള്ള വാക്കുകളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പറയേണ്ടത് നോക്കാം. നിസ്സാരമായി എന്നത് സോ ലൈറ്റ്ലി എന്നാണ് യൂസ് ചെയ്യേണ്ടത്. നിസ്സാരമായി, സോ ലൈറ്റ്ലി. നമുക്ക് ഇത് എങ്ങനെ ഫുള്ളായി പറഞ്ഞു നോക്കാം. അതിനെ കാണരുത്, ഡോണ്ട് ടേക്ക് ഇറ്റ് സോ ലൈറ്റ്ലി. നീ ഇത്ര നിസ്സാരമായി അതിനെ കാണരുത്, ഡോണ്ട് ടേക്ക് ഇറ്റ് സോ ലൈറ്റ്ലി എന്ന് പറയണം. യു ഡോണ്ട് ടേക്ക് ഇറ്റ് സോ ലൈറ്റ്ലി എന്നും പറയാം. നീ ഇത്ര നിസ്സാരമായി അതിനെ കാണരുത്, യു ഡോണ്ട് ടേക്ക് ഇറ്റ് സോ ലൈറ്റ്ലി എന്നും പറയാം. ഡോണ്ട് ടേക്ക് ഇറ്റ് സോ ലൈറ്റ്ലി എന്നും പറയാം. അപ്പോൾ നീ ഇത്ര നിസ്സാരമായി അതിനെ കാണരുത് എന്ന് പറയുന്നത് ഡോണ്ട് ടേക്ക് ഇറ്റ് സോ ലൈറ്റ്ലി, യു ഡോണ്ട് ടേക്ക് ഇറ്റ് സോ ലൈറ്റ്ലി. അല്ലെങ്കിൽ ഡോണ്ട് ടേക്ക് ഇറ്റ് സോ ലൈറ്റ്ലി എന്നും പറയാം. അപ്പോൾ ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. വല്ലതും മിണ്ടിയും പറഞ്ഞും ഇരിക്കാം എന്ന ഈ സെൻറ്റൻസ് നമുക്ക് ഇംഗ്ലീഷിട്ട് മാറ്റി നോക്കാം. ഇപ്പോൾ ഇരിക്കാം എന്നത് സിറ്റ്. അപ്പോൾ ലെറ്റ്സ് ജസ്റ്റ് സിറ്റ് ആൻഡ് ചാറ്റ് എന്ന് പറയുന്നത് മിണ്ടിയും പറഞ്ഞു. ലെറ്റ്സ് ജസ്റ്റ് സിറ്റ് ആൻഡ് ചാറ്റ്. വല്ലതും മിണ്ടിയും പറഞ്ഞും ഇരിക്കാം എന്നത് ലെറ്റ്സ് ജസ്റ്റ് സിറ്റ് ആൻഡ് ചാറ്റ് എന്നാണ് പറയേണ്ടത്. വല്ലതും മിണ്ടിയും പറഞ്ഞും ഇരിക്കാം. ലെറ്റ്സ് ജസ്റ്റ് സിറ്റ് ആൻഡ് ചാറ്റ്. അപ്പോൾ ഇതുപോലെ അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. നീ ഇങ്ങനെ ഒത്തിരി ആലോചിച്ച് കൂട്ടി നിർത്തണം, അത് നിനക്ക് തന്നെ പ്രശ്നമാകും എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഇത് ഇംഗ്ലീഷിട്ട് മാറ്റി നോക്കാം. നീ ഇങ്ങനെ ഒത്തിരി ആലോചിച്ച് കൂട്ടുന്നത് നിർത്തണം എന്ന ആദ്യത്തെ ഈ സെൻറ്റൻസ് നമുക്ക് ഇംഗ്ലീഷിട്ട് മാറ്റി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം യു നീഡ് ടു എന്ന വാക്ക് യൂസ് ചെയ്യണം. യു നീഡ് ടു നിർത്തണം. യു നീഡ് ടു സ്റ്റോപ്പ് എന്ത്? ഒത്തിരി ആലോചിച്ച് കൂടുന്നത്, ഓവർ തിങ്കിങ്. യു നീഡ് ടു സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. ഒത്തിരി എന്ന വാക്ക് സോ മച്ച്. യു നീഡ് ടു സ്റ്റോപ്പ് ഓവർ തിങ്ക് സോ മച്ച്. അടുത്ത സെൻറ്റൻസ് എന്താണ്? അത് നിനക്ക് തന്നെ പ്രശ്നമാകും എന്ന സെൻറ്റൻസ് ആണ്. അത് ഇറ്റ്സ് ഓൺലി ഗോണ മെസ് യു അപ്പ്. അപ്പോൾ യു നീഡ് ടു സ്റ്റോപ്പ് ഓവർ തിങ്ക് സോ മച്ച്, ഇറ്റ്സ് ഓൺലി ഗോണ മെസ് യു അപ്പ്. നീ ഇങ്ങനെ ഒത്തിരി ആലോചിച്ച് കൂട്ടി നിർത്തണം. യു നീഡ് ടു സ്റ്റോപ്പ് ഓവർ തിങ്ക് സോ മച്ച്, ഇറ്റ്സ് ഓൺലി ഗോണ മെസ് യു അപ്പ്. അത് നിനക്ക് തന്നെ പ്രശ്നമാകും. ഇറ്റ്സ് ഓൺലി ഗോണ മെസ് യു അപ്പ്. അത് നിനക്ക് തന്നെ. ഇറ്റ്സ് ഓൺലി ഗോണ മെസ് യു അപ്പ്. നീ ഇങ്ങനെ ഒത്തിരി ആലോചിച്ച് കൂട്ടി നിർത്തണം. യു നീഡ് ടു സ്റ്റോപ്പ് ഓവർ തിങ്കിങ് സോ മച്ച്, ഇറ്റ്സ് ഓൺലി ഗോണ മെസ് യു അപ്പ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ഒരു വട്ടം കൂടെ പോകണമെന്നുണ്ട് എന്ന ഈ സെൻറ്റൻസ് നമ്മൾ സാധാരണ പറയാറുള്ളതാണ്. ഒരു വട്ടം കൂടെ പോകണമെന്നുണ്ട്. അപ്പോൾ ഈ സെൻറ്റൻസ് ഇംഗ്ലീഷിട്ട് മാറ്റി നോക്കാം. അപ്പോൾ ഇത് നമ്മൾ സ്വയം പറയുന്ന വാക്കാണ്. അപ്പോൾ ഐ എന്ന വാക്ക് യൂസ് ചെയ്യണം. അപ്പോൾ എനിക്ക് എന്ന വാക്ക് ഇതിൽ മലയാളത്തിൽ ആവശ്യമില്ല. പക്ഷേ ഇംഗ്ലീഷ് പറയുമ്പോൾ ഒരു വട്ടം കൂടെ പോകണമെന്നുണ്ട് പറയുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ് അഗെയിൻ. ഒരു വട്ടം കൂടെ പോകണമെന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ് അഗെയിൻ. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഒരു വട്ടം കൂടെ പോകണമെന്നുണ്ട് പറയുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ് അഗെയിൻ. എനിക്ക് ഒരു വട്ടം കൂടെ പോകണമെന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ എന്ന് പറയുന്ന സ്ഥലം എന്ന വാക്ക് നമുക്ക് അതിന് പകരമാണ് ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ് അഗെയിൻ എന്ന് പറയുന്നത്. ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ് അഗെയിൻ. ഒരു വട്ടം കൂടെ പോകണമെന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ് അഗെയിൻ. എനിക്ക് അവിടെ ഒരു വട്ടം കൂടെ പോകണമെന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ് അഗെയിൻ ദാറ്റ് പ്ലേസ്. അപ്പോൾ ഒരു വട്ടം കൂടെ പോകണമെന്നുണ്ട് പറയുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ് അഗെയിൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. നല്ല തലവേദനയുണ്ട്
നമ്മൾ പറയാറുള്ള ഒരു വാക്കാണ് നല്ല തലവേദനയുണ്ട്. അതൊന്ന് ഇംഗ്ലീഷിലോട്ട് മാറ്റി നോക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് നല്ല തലവേദന ഉണ്ടെന്ന് പറയുന്നതാണ് നമ്മൾ മലയാളത്തിൽ പറയാറില്ല. സാധാരണ മലയാളത്തിൽ നല്ല തലവേദന ഉണ്ടെന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ ഉണ്ട് ഐ ഹാവ് എ സ്ട്രോങ് ഹെഡേക്ക്. ഐ ഹാവ് എ സ്ട്രോങ് ഹെഡേക്ക്. സ്ട്രോങ് നല്ല തലവേദനയാണ്. അപ്പോൾ സ്ട്രോങ് ആണ് നല്ല. അപ്പോൾ സ്ട്രോങ് ഐ ഹാവ് എ ഹെഡേക്ക് എന്ന് പറയരുത്. ഐ ഹാവ് എ സ്ട്രോങ് ഹെഡേക്ക്. അപ്പോൾ നല്ല തലവേദനയുണ്ടെന്ന് പറയുമ്പോൾ ഐ ഹാവ് എ സ്ട്രോങ് ഹെഡേക്ക് എന്ന് പറയണം. ഐ ഹാവ് എ സ്ട്രോങ് ഹെഡേക്ക്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. നമ്മൾ പറയാറുള്ള ഒരു വാക്കാണ് മനസ്സിന് വല്ലാത്തൊരു വിഷമം എന്ന് പറയാറുണ്ട്. മനസ്സിന് വല്ലാത്തൊരു വിഷമം. അതെങ്ങനെയാണ് പറയേണ്ടത്? വിഷമം എന്നത് സ്ട്രെസ്സാണ്. ഇപ്പോൾ സ്ട്രെസ്ഡ് ഔട്ട് എന്ന് പറയും. അപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം അതൊരു ഫീലിംഗ് ആണ് നമ്മുടെ. അപ്പോൾ ഫീലിംഗ് ടോട്ടലി സ്ട്രെസ്ഡ് ഔട്ട്. ഫീലിംഗ് ടോട്ടലി വല്ലാത്തൊരു പറയുമ്പോൾ ഫീലിംഗ് ടോട്ടലി സ്ട്രെസ്ഡ് ഔട്ട്. ഫീലിംഗ് ടോട്ടലി സ്ട്രെസ്ഡ് ഔട്ട്. ഫീലിംഗ് ടോട്ടലി സ്ട്രെസ്ഡ് ഔട്ട്. മനസ്സിന് വല്ലാത്തൊരു വിഷമം. ഫീലിംഗ് ടോട്ടലി സ്ട്രെസ്ഡ് ഔട്ട് എന്ന് പറയണം. ഫീലിംഗ് ടോട്ടലി സ്ട്രെസ്ഡ് ഔട്ട്. ഐ എം ഫീലിംഗ് ടോട്ടലി സ്ട്രെസ്ഡ് ഓഫ്. എനിക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമം. ഐ എം ഫീലിംഗ് ടോട്ടലി സ്ട്രെസ്ഡ് ഔട്ട്. സ്ട്രെസ്ഡ് ഔട്ട് എന്ന് പറയുന്നത് വിഷമം. ഏറ്റവും വല്ലാത്തൊരു വിഷമമാണ് സ്ട്രെസ്ഡ് ഔട്ട് എന്ന് പറയണം. അപ്പോൾ ഐ എം ഫീലിംഗ് ടോട്ടലി സ്ട്രെസ്ഡ് ഔട്ട്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. സത്യത്തിൽ എന്താ ഉണ്ടായേ എന്ന് പറയാറില്ലേ? സത്യത്തിൽ എന്താ ഉണ്ടായേ? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? എന്താ ഉണ്ടായേ? വാട്ട് ഉണ്ടായേ? ഹാപ്പൻ. അപ്പോൾ സത്യത്തിൽ റിയലി ഇത്രയേ ഉള്ളൂ. അപ്പോൾ സത്യത്തിൽ എന്താ ഉണ്ടായേ? വാട്ട് റിയലി ഹാപ്പൻ. അപ്പോൾ സത്യത്തിൽ എന്താ ഉണ്ടായേ? വാട്ട് റിയലി ഹാപ്പൻ എന്നാണ് പറയേണ്ടത്. സത്യത്തിൽ എന്താ ഉണ്ടായേ എന്ന് പറയണമെങ്കിൽ വാട്ട് റിയലി ഹാപ്പൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. അയ്യോ അയാളെ കൊണ്ട് അത് പറ്റും തോന്നുന്നില്ല. ഇത് നമ്മൾ സാധാരണ പറയാറുള്ള സെൻറ്റൻസ് ആണ്. ഇത് നമുക്ക് ഇംഗ്ലീഷിൽ മാറ്റി നോക്കാം. അപ്പോൾ അയ്യോ എന്ന് പറയുന്ന സാധാരണ വാക്ക് പറയുമ്പോൾ ഹോ എന്ന് പറയാം. അയ്യോ ഐ ഡോണ്ട് തിങ്ക് ഹി ക്യാൻ ഡു ദാറ്റ്. അയാളെ കൊണ്ട് അതിന് പറ്റും തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് അത് എനിക്ക് തോന്നുന്നില്ല എന്ന് നമ്മൾ എനിക്ക് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഐ എന്ന് യൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ എനിക്ക് എന്ന് മലയാളത്തിൽ പറയുന്നില്ലെങ്കിൽ കൂടെ അത് നമ്മൾ ഇംഗ്ലീഷിൽ മാറ്റുമ്പോൾ ഐ എന്ന് യൂസ് ചെയ്യണം. ഐ ഡോണ്ട് തിങ്ക് എനിക്ക് അയാളെ കൊണ്ട് അത് പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല, നമുക്കാണ് തോന്നാത്തത്. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഹി ക്യാൻ ഡു ദാറ്റ്. അയാളെ കൊണ്ട് അതിന് പറ്റും തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഹി ക്യാൻ ഡു ദാറ്റ്. ഐ ഡോണ്ട് തിങ്ക് ഹി ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ അയ്യോ അയാളെ കൊണ്ട് അതിന് പറ്റും തോന്നുന്നില്ല എന്ന് പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് ഹി ക്യാൻ ഡു ദാറ്റ്. ഐ ഡോണ്ട് തിങ്ക് ഹി ക്യാൻ ഡു ദാറ്റ് എന്ന് പറയണം. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. നീ ഇപ്പോൾ വന്നേ ഉള്ളോ എന്നൊരു സെൻറ്റൻസ് നോക്കാം. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഹാവ് യു ജസ്റ്റ് അറൈവ്ഡ്. നീ ഇപ്പോൾ വന്നേ ഉള്ളോ. ഹാവ് യു ജസ്റ്റ് അറൈവ്ഡ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ നീ ഇപ്പോൾ വന്നേ ഉള്ളൂ എന്ന് പറയുന്നത് ഹാവ് യു ജസ്റ്റ് അറൈവ്ഡ് എന്ന് പറയണം. ഹാവ് യു ജസ്റ്റ് അറൈവ്ഡ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ഒന്ന് കടയ്ക്ക് പോയിട്ട് വരാം. നമ്മൾ പറയാറുള്ള വാക്കാണ് ഒന്ന് കടയ്ക്ക് പോയിട്ട് വരാം. അപ്പോൾ ഇതെങ്ങനെ ഇംഗ്ലീഷിലോട്ട് മാറ്റുക? ഒന്ന് കടയ്ക്ക് പോയിട്ട് വരാം. ഗോ ടു ദ ഷോപ്പ് ഫോർ എ ബിറ്റ് ആൻഡ് കം ബാക്ക് എന്ന് പറയണം. ഗോ ടു ദ ഷോപ്പ് ഫോർ എ ബിറ്റ് ആൻഡ് കം ബാക്ക്. ഗോ ടു ദ ഷോപ്പ് ഫോർ എ ബിറ്റ് ആൻഡ് കം ബാക്ക്. ഒന്ന് കടയ്ക്ക് പോയിട്ട് വരാം. ഗോ ടു ദ ഷോപ്പ് ഫോർ എ ബിറ്റ് ആൻഡ് കം ബാക്ക്. ഗോ ടു ദ ഷോപ്പ് ഫോർ എ ബിറ്റ് ആൻഡ് കം ബാക്ക്. ഗോ ടു ദ ഷോപ്പ് ഫോർ എ ബിറ്റ് ആൻഡ് കം ബാക്ക്. ഗോ ടു ദ ഷോപ്പ് ഫോർ എ ബിറ്റ് ആൻഡ് കം ബാക്ക്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. അല്ലെങ്കിൽ ഉഫ് എന്തൊരു ചൂടാ. അല്ലെങ്കിൽ ഉഫ് എന്തൊരു ചൂടാ എന്ന് നമ്മൾ പറയാറുള്ള വാക്കാണ്. ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? എന്തൊരു ചൂടാ. ഉഫ് എന്തൊരു ചൂടാ. അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫ്യൂ ഇറ്റ്സ് സോ ഹോട്ട് എന്നാണ് പറയുന്നത്. ഫ്യൂ ഇറ്റ്സ് സോ ഹോട്ട്. ഫ്യൂ എന്ന് പറയുന്നത് PHEW. ഫ്യൂ ഇറ്റ്സ് സോ ഹോട്ട്. ഇത് ഇംഗ്ലീഷിലെ സ്ലാങ് ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ്. ഫ്യൂ ഇറ്റ്സ് സോ ഹോട്ട്. ഉഫ് അല്ലെങ്കിൽ ഫ്യൂ ഇറ്റ്സ് ഹോട്ട്. ഇറ്റ്സ് സോ ഹോട്ട് നൗ. അപ്പോൾ എന്തൊരു ചൂടാ. ഫ്യൂ ഇറ്റ്സ് സോ ഹോട്ട്. ഫ്യൂ ഇറ്റ്സ് സോ ഹോട്ട് എന്ന് പറയണം. അപ്പോൾ ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് പോലുമില്ല. ഇതെങ്ങനെ പറയാറ്? സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് പോലുമില്ല. എപ്പോഴും പറയുന്ന വാക്കുകൾ തന്നെയാണ് നമ്മൾ. അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ മാറ്റി നോക്കാം. ടു ബി ഹോണസ്റ്റ്. സത്യം പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ടു ബി ഹോണസ്റ്റ് എന്ന് പറയണം. ടു ബി ഹോണസ്റ്റ് ഞാൻ അവിടെ പോയിട്ട് പോലുമില്ല. ഐ ഹാവിൻറ്റ് ഈവൻ ബീൻ ദേർ. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് പോലുമില്ല. ടു ബി ഹോണസ്റ്റ് ഐ ഹാവിൻറ്റ് ഈവൻ ബീൻ ദേർ. ടു ബി ഹോണസ്റ്റ് ഐ ഹാവ് നോട്ട് ഈവൻ ബീൻ ദേർ എന്ന് പറയാം. അല്ലെങ്കിൽ ഐ ഹാവ് നോട്ട് ഈവൻ ബീൻ ദേർ. ടു ബി ഹോണസ്റ്റ് ഐ ഹാവ് നോട്ട് ഈവൻ ബീൻ ദേർ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് പോലുമില്ല എന്ന് പറയുന്നത് ടു ബി ഹോണസ്റ്റ് ഐ ഹാവ് നോട്ട് ഈവൻ ബീൻ ദേർ. ഐ ഹാവിൻ ഈവൻ ബീൻ ദേർ.
അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വേർഡ്സ് ഇനിയും അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഒരു വീഡിയോ മിസ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായി സംസാരിക്കുവാനുള്ള നല്ല നല്ല വേർഡ്സ് കിട്ടുന്നതായിരിക്കും. ഇത് ഡെയിലി ലൈഫിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇംഗ്ലീഷിലോട്ട് നമുക്ക് ഓരോ വാക്കും തിങ്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുപോലെ നമുക്ക് അത് വാക്യത്തിൽ നമുക്ക് പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ, അത് നമുക്ക് ലൈഫിലോട്ട് പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇംഗ്ലീഷിലോട്ട് നമുക്ക് എല്ലാം തിങ്ക് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നല്ല ഇംഗ്ലീഷ് ഫ്ലുവൻസിയോടെ നമുക്ക് സംസാരിക്കുവാൻ ഫ്യൂച്ചറിൽ കഴിയുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.